നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ അന്തിമവാദം തുടരുകയാണ്. നടൻ ദിലീപ് കേസിലെ 8ാം പ്രതിയാണ്. എന്നാൽ ഇപ്പോഴിതാ കേസിൽ ദിലീപിനെതിരായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്ന വാദം ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് രാഹുൽ ഈശ്വർ. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായി? അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നല്ലോ ബാലചന്ദ്രകുമാർ പറഞ്ഞതെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ബാലചന്ദ്രകുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. അവസാന കാലം വരെ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചിട്ടേയുള്ളൂ. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ചെയ്യാൻ സാധിച്ചില്ല. ആശയപരമായി ഞങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം അടക്കമുള്ളവർ വന്നാണ് ഗ്രൂപ്പിലിട്ട് തട്ടും എന്ന കാര്യം പറഞ്ഞത്. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ആർക്കും ദണ്ണമില്ലേ? കാവ്യ മാധവനാണ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് 3-4 ദിവസം ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ചാനലുകൾ ചർച്ച നടത്തി. അവർ സ്ഥിരീകരിച്ചില്ലെങ്കിലും കാവ്യ മാധവനാണോ എന്ന് ചോദിച്ച് ചർച്ച നടത്തിയാൽ മതിയല്ലോ. കാവ്യ മാധവന്റെ അമ്മയാണോ മാഡം എന്നും ചോദ്യചിഹ്നമിട്ടു. കേൾക്കുന്നവനെ സംബന്ധിച്ച് കാവ്യ മാധവനാണ് മാഡം. ഇത് ഉണ്ടത്രി ടെക്നിക്കാണ്. ഉണ്ടത്രി എന്ന് പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് എടുക്കാൻ സാധിക്കില്ലല്ലോ. കാവ്യ മാധവൻ ഉണ്ടത്രേ എന്ന് പറഞ്ഞതിന് കേസ് കൊടുത്താലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് മാധ്യമങ്ങൾക്ക് പറയാം. കാവ്യ മാധവനാണ് മാഡം, കാവ്യ മാധവന്റെ അമ്മയാണ് മാഡം എന്നതും പോയിട്ട് വേങ്ങരയിലെ മുസ്ലിം ലീഗ് നേതാവിന് 50 ലക്ഷം കൊടുക്കാൻ പോയി. ഗോൽച്ചനുമായി ബന്ധം, ദാവൂദ് ഇബ്രാഹിമായി ബന്ധം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറെ ഓഡിയോകൾ പുറത്തു വന്നല്ലോ, എല്ലാം ഞാൻ കേട്ടു. അവിടെയും ഇവിടെയും കട്ട് ചെയ്ത വീഡിയോയിൽ പിന്നെ എന്താണ് ഉണ്ടാകുക? അതൊക്കെ ദിലീപിന്റെ തന്നെ ഓഡിയോ ആയാൽ എന്താണ് പ്രശ്നം? ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഇവനെയൊക്കെ കൊണ്ട് സഹികെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണോ? ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കൊടുത്ത ഓഡിയോ ക്ലിപ്പിന്റെ ദൈർഘ്യം 40 സെക്കൻഡ് ആണ്. എന്നാൽ ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ക്ലിപ്പ് കൊടുത്തു, അതിന്റെ ദൈർഘ്യം 2 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കൊടുത്തു. ബാലചന്ദ്രകുമാർ ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുത്ത് പുറത്തുവിട്ട് ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. വളരെ വിദഗ്ധമായി ദിലീപിനെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു. ഈ കേസിലെ അതിജീവിതയോട് എനിക്ക് വലിയ ബഹുമാനമാണ്. എന്നാൽ അവർ ഓർക്കേണ്ടത് ദിലീപ് കാരണം സിനിമയിൽ ഏറ്റവും മികച്ച റോൾ കിട്ടിയ വ്യക്തിയാണ് താനെന്നാണ്. നിർഭാഗ്യവശാൽ അവർക്കിടയിൽ ഒരു വിടവുണ്ടായി. അതിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ തന്നെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്നും അല്ലെന്നും വാദിക്കുന്നവരുണ്ട്. എന്തായാലും വർഷങ്ങൾ നീണ്ട കേസിന്റെ വിധിക്കായി കേരളം തന്നെ കാത്തിരിക്കുകയാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.